ഹലോ, ഗുഡ് ഈവനിങ്. നമ്മൾ അടുത്തൊരു സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്. KWA-യുടെ പ്രിപ്പറേഷൻ ആണ്. So, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. So, അതിനകത്തൊരു ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൂളിയൻ ഓൾജിബ്രയാണ് അല്ലേ. അപ്പം ബൂളിയൻ ഓൾജിബ്രയായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയായാലും നമുക്കൊരു ക്വസ്റ്റ്യൻ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. സോ അതുകൊണ്ട് ബേസിക് ഐഡന്റിറ്റി എല്ലാം ഓർത്ത് വെക്കുക കേട്ടോ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? A+A⁻B × A+C എന്താണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തായിരിക്കും വരിക? A+TC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? A+B × A+C നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. A+BC എന്ന് പറഞ്ഞാൽ A+B × A+C എന്നാണ്. ആ സെയിം ഐഡന്റിറ്റി ഓർത്ത് വയ്ക്കുക. ഇവിടെ നമുക്ക് നോക്കി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്താണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കി എങ്ങനെ കിട്ടും നമുക്ക്? ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്ത് നോക്കി AC അല്ലേ പ്ലസ് A⁻B × A പ്ലസ് A⁻B × C. നമുക്കൊരു A × A⁻ വില 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് therefore A+AC പ്ലസ് A⁻BC നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. നമുക്ക് നോക്കി നമുക്ക് A ഉള്ള ഓപ്ഷൻസ് കിടപ്പണം. അപ്പൊ നമുക്ക് ജസ്റ്റ് A നമുക്ക് അവിടെ തന്നെ ഇട്ടിട്ട ശേഷം നമുക്ക് എന്ത് ചെയ്യാം? A പ്ലസ് ഇവിടെ നമുക്ക് C കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? C × അല്ലെ A+A⁻B നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. A+A⁻B എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? നമ്മൾ A+BC ഐഡന്റിറ്റി പോലെ നമുക്ക് എഴുതി കൂടെ. therefore A+C × അല്ലെ A+BC എന്നുള്ള ഐഡന്റിറ്റി എങ്ങനെ വരുന്നത്? A+B പറഞ്ഞാൽ A+B × A+C അല്ലെ. ഇവിടെ എന്തായിരിക്കും വരിക? A+A⁻B എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുന്നത്? A+A⁻ × A+D നമുക്ക് എഴുതാൻ പറ്റും. A+A⁻ എന്താ? 1 അല്ലേ. therefore A+ അല്ലെ A+C × A+B നമുക്ക് കിട്ടും. കാര്യം A+A⁻ 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? A+AC പ്ലസ് BC അല്ലെ. ഇതിനകത്ത് നമുക്ക് A കോമൺ എടുത്താൽ എന്ത് കിട്ടും? നമുക്ക് A കോമൺ എടുത്തു കഴിഞ്ഞാൽ A × 1+C പ്ലസ് BC that is equal to 1+C എന്തായിരിക്കും വരിക? 1+C is nothing but 1 ആണ്. therefore that is equal to A+BC എന്ന് വരും. so ആൻസർ 99, ആൻസർ C ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഓർത്ത് വയ്ക്കുക, എപ്പോഴും നമുക്ക് PSC എക്സാംസിനും മിക്ക എക്സാമിനും ചോദിക്കുന്ന ഈ ഒരു ഐഡന്റിറ്റി ആണ്. അതായത് A+BC is equal to A+B × A+C. അത് ഓർത്ത് വയ്ക്കുക. പിന്നെ 1+A is equal to 1. പിന്നെ നമ്മൾ ഈ രണ്ട് ഐഡന്റിറ്റി വെച്ചിട്ടുള്ള ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ് ഏകദേശം ഒരു 80% എക്സാംസിലും ചോദിച്ചിട്ടുള്ളത്. സോ അത് ഓർത്ത് വയ്ക്കുന്നത് വളരെ സിമ്പിൾ ആണ്. നമ്മൾ ജസ്റ്റ് ചെയ്ത് പഠിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം എന്ത് ചെയ്യാം? കോമൺ ആയിട്ടുള്ള നമ്മൾ ഓപ്ഷൻസ് നോക്കിയ ശേഷം നമുക്കിവിടെ A കിടപ്പുണ്ട് അല്ലേ. A നമ്മൾ ഒരിടത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് എന്തായിരിക്കും? ഈ ഐഡന്റിറ്റി നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിയലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. സോ അത് ഓർത്ത് വയ്ക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. ഇത് നമ്മളെ സൈൻ റെപ്രസെന്റേഷൻ ആണ് അല്ലെ. MSB അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് നമ്പറിനെയാണ്. അടുത്തത് അതേപോലെ തന്നെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് പോസിറ്റീവ് നമ്പർ ആണ്. അപ്പം MSB നെഗറ്റീവ് ആണെങ്കിൽ ഇതായിരിക്കും വരിക. നമുക്ക് പറയാൻ പറ്റും MSB നെഗറ്റീവ് ആണെങ്കിൽ MSB 1 ആണെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്, ഇഫ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് ഓർത്ത് വയ്ക്കുക. ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പറിൽ പോസിറ്റീവ് ഡിജിറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഈ റൂൾ തന്നെ 2 തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മളെ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? MSB റെപ്രസെന്റ് സൈൻ ഓഫ് ദി നമ്പേഴ്സ്. അത് കറക്റ്റ് ആണ്. -64 ഇത് നോക്കിയേ. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് 2⁻0 ആണ്. ഇത് 2⁻1, 2² 2⁻3, 2⁻4, 2⁻5, 2⁻6. 2⁻6 എന്ന് പറയുമ്പോഴത്തേക്ക് 1 × 2⁻6 വരുമ്പോൾ നമുക്ക് 64 കിട്ടും. ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് എത്രയായിരിക്കും വരിക? 1 ആണ്. 1 ആകുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് -64 ആണ്. എന്തായിരിക്കും ഇതെന്താ സംഭവിച്ചു വെച്ചിരിക്കുന്നത്? ഇതൊരു 8 ബിറ്റ് ആണ്. 2⁻0 അല്ലെ. 2⁻0, 2⁻1, 2⁻2, 2⁻3. അപ്പം
8 പ്ലസ് 4 12 പ്ലസ് 2 നമുക്ക് 14 കിട്ടും. MSB എന്തായിരിക്കും വരിക? MSB is 1 ആണ്. MSB 1 ആണെങ്കിൽ ഇറ്റ് ഇസ് എ നെഗറ്റീവ് നമ്പർ സി ആയിരിക്കും. സോ ആൻസർ എന്തായിരിക്കും വരിക? ഓൾ ദ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, സൈൻ റെപ്രസെന്റേഷനിൽ MSBയുടെ വില അല്ലെങ്കിൽ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 1 ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ നെഗറ്റീവ് നമ്പർ. MSB 0 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ പോസിറ്റീവ് നമ്പർ. സോ ഈ രണ്ട് റൂൾ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ പവർ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോപ്പറുമായിട്ട് കണക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഏതാ ചോദിച്ചിരിക്കുന്നത്? ടൈപ്പ് എ ചോപ്പർ, ബി ചോപ്പർ, അത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് അതിന്റെ ആ ഒരു ക്വാഡ്രന്റ് നമുക്ക് വരച്ച് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ക്വാഡ്രന്റ്. ഈ ക്വാഡ്രന്റിൽ ഓർത്ത് വെക്കുക, എക്സ് ആക്സിസിൽ നമുക്ക് കറണ്ട് ആണ്, എക്സ് ആക്സിൽ കറണ്ട്, വൈ ആക്സിൽ വോൾട്ടേജ് ആണ്. ഓക്കെ, എക്സ് ആക്സിൽ കറണ്ട്, വൈ ആക്സിൽ വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്കിനകത്ത് എക്സാമിന് ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത് മൈനസ് ഐ, ഇത് മൈനസ് ബി. നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ചോപ്പർ, ടൈപ്പ് എ ചോപ്പർ എന്ന് എന്തായിരിക്കും പറ്റുന്നത്? സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. ഓക്കെ, അപ്പം ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പം ടൈപ്പ് എ ചോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ടൈപ്പ് എ ചോപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ ആണ് അല്ലെ? ടൈപ്പ് എ ചോപ്പർ ഈസ് എ ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ ആൻഡ് ഞാൻ ഈ പെണ്ണൊന്ന് മാറിക്കതോട്ടെ. ഓക്കെ, ഇറ്റ് ഇസ് എ ഫസ്റ്റ് ടൈപ്പ് എ ചോപ്പർ, ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ ആണ്. അതെന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ് അല്ലെ? അപ്പം അതിൽ സ്റ്റെപ്പ് ഡൗൺ. അപ്പം ടൈപ്പ് എ നമ്മൾ ഓർത്ത് വയ്ക്കുക, ഇതൊരു ഫസ്റ്റ് ക്വാഡ്രന്റ് ചോപ്പർ ആണ്, ഇറ്റ് ഇസ് എ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. അത് കറക്റ്റ് ആണ്. ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ആൾസോ കാൾഡ് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. ടൈപ്പ് ബി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്ത് ചോപ്പർ ആയിരിക്കും വരിക? ഇറ്റ് ഈസ് എ സെക്കൻഡ് ക്വാഡ്രന്റ് ചോപ്പർ ആണ് അല്ലെ? ടൈപ്പ് ബി ചോപ്പർ ഈസ് എ സെക്കൻഡ് ക്വാഡ്രന്റ് ചോപ്പർ ആണ്. അതാണ് ടൈപ്പ് ബി. ടൈപ്പ് എയും ടൈപ്പ് ബിയും. അപ്പം അതെന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്. അപ്പം നമുക്ക് അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും? ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ ഹാവ് ആൾവേസ് പോസിറ്റീവ് വോൾട്ടേജ്. ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടൈപ്പ് സി ചോപ്പർ ആണ്. ടൈപ്പ് സി ചോപ്പർ ആണ്. ടൈപ്പ് സി ചോപ്പറിൽ എങ്ങനെ ആയിരിക്കും വരിക? നമുക്ക് ഇതൊരു ടു ക്വാഡ്രന്റ് ചോപ്പർ ആണ്. ടൈപ്പ് സി ചോപ്പർ ആകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ആ ക്വാഡ്രന്റ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ കറണ്ട് മൈനസ് ഐ, ഇത് വോൾട്ടേജ്, ഇത് മൈനസ് വി. ഇതായിരിക്കും വരിക. ഫസ്റ്റ് ക്വാഡ്രന്റും ടൈപ്പ് എയുടെയും ബിയുടെയും കോമ്പിനേഷൻ ആയിരിക്കും ടൈപ്പ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് എന്താ പറഞ്ഞേക്കുന്നത്? ഈ ടൈപ്പ് സി ചോപ്പർ എന്ന് പറയുന്ന വേറൊരു പേരാണ്. ഇതായിരിക്കും വരിക ടു ക്വാഡ്രന്റ് ടൈപ്പ് എ. ഫസ്റ്റ് പറഞ്ഞത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്, അതെന്തായിരിക്കും വരിക? അത് വൺ ക്വാഡ്രന്റ്, അത് ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് ടൈപ്പ് ബി എന്ന് പറയുമ്പോൾ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ ആണ്, അത് സെക്കൻഡ് ക്വാഡ്രന്റ് മാത്രമാണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ഉള്ളി, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ് ഉള്ളി. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ടു ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ രണ്ട് ക്വാഡ്രന്റ് വരുന്നുണ്ട്. അത് ഏതൊക്കെയായിരിക്കും വരിക? ഫസ്റ്റ് ക്വാഡ്രന്റ് വരുന്നുണ്ട്, സെക്കൻഡ് ക്വാഡ്രന്റ് വരുന്നുണ്ട്. ആ ചോപ്പറിന് പറയുന്ന പേരാണ് നമ്മൾ ടൈപ്പ് സി ചോപ്പർ എന്ന് പറയുന്നുണ്ട്. ഓർ ഇതായിരിക്കും വരിക ടു ക്വാഡ്രന്റ് ടൈപ്പ് എ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് നോക്കി, അവിടെ നമ്മൾ ഈ ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാവുമല്ലോ. ക്വാഡ്രന്റ് നോക്കി, ടു ക്വാഡ്രന്റ് ടൈപ്പ് എ ചോപ്പർ ഹാസ് ആൾവേസ് ഹാവ് എ പോസിറ്റീവ് വോൾട്ടേജ് അല്ലെ? വോൾട്ടേജ് എന്തായിരിക്കും വരിക? വോൾട്ടേജ് ഈസ് ആൾവേസ് പോസിറ്റീവ് ആണ്. അപ്പൊ അതും ആ ഓപ്ഷനും ശരിയാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്. പക്ഷേ ടു ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ ആണെങ്കിലോ എങ്ങനെ ആയിരിക്കും വരിക? ടു ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ ആണെങ്കിൽ നമ്മൾ എടുക്കുക, ഇത് കറണ്ട് ഐ, ഇത് മൈനസ് ഐ, ഇത് വോൾട്ടേജ് വി, ഇത് മൈനസ് വി. അപ്പൊ എന്തായിരിക്കും വരിക? ഈ ചോപ്പറിന് പറയുന്ന പേരാണ് നമ്മൾ ടൈപ്പ് ഡി ചോപ്പർ എന്നാ പറയുന്നത്. ഇത് ടൈപ്പ് ഡി ചോപ്പർ. ടൈപ്പ് ഡി ചോപ്പറിന്റെ പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ആ ചോപ്പറിന്റെ ക്വാഡ്രന്റ് ഏതൊക്കെയായിരിക്കും വരിക? ഫസ്റ്റ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് ആയിട്ടായിരിക്കും നമുക്ക് വരുന്നത്. സോ ടൈപ്പ് ഡി ചോപ്പർ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റും ഫോർത്ത് ക്വാഡ്രന്റും ആണ്. അതിൽ തന്നെ പറയുന്ന പേരാണ് ടു ക്വാഡ്രന്റ് ടൈപ്പ് ബി ചോപ്പർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ നോക്കിയേ, അവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആൾവേസ് ഹാവ് എ പോസിറ്റീവ് വോൾട്ടേജ് അല്ല. നമുക്ക് അവിടെ എന്താ? കറണ്ട് ആണ് പോസിറ്റീവ്. വോൾട്ടേജ് എന്തായിരിക്കും വരിക? ഫസ്റ്റ് ക്വാഡ്രന്റിൽ വോൾട്ടേജ് പോസിറ്റീവ് ആണ്, പക്ഷെ ഫോർത്ത് ക്വാഡ്രന്റിൽ എന്തായിരിക്കും വരിക? വോൾട്ടേജ് നെഗറ്റീവ് ആണ്. സോ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് 1ഉം 2ഉം 3 ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത്. സോ ഓർത്ത് വയ്ക്കുക, ടൈപ്പ് എ ചോപ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. പിന്നെ എന്തായിരിക്കും വരിക? ടൈപ്പ് സി ഉണ്ട്, ടൈപ്പ് ഡി ഉണ്ട്. ടൈപ്പ് സി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റും സെക്കൻഡ് ക്വാഡ്രന്റും വരുന്നുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് എയുടെയും ബിയുടെയും കോമ്പിനേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ എന്തായിരിക്കും പറഞ്ഞത്? നമ്മൾ പഠിച്ചത് ടു ക്വാഡ്രന്റ് ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ഡി ചോപ്പറിന് ഈക്വലന്റ് ആണ്.
ക്ലാസ് ഡി ചോപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ക്ലാസ് ഡി ചോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ക്വാഡ്രന്റ് ആയിരിക്കും വരുന്നത്? ക്വാഡ്രന്റ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റ്, ഫോർത്ത് ക്വാഡ്രന്റ് വരും. അവിടെ നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വോൾട്ടേജിന് ഇതായിരിക്കും വരെ രണ്ട് വാല്യൂസ് ഉണ്ട്. വോൾട്ടേജ് പോസിറ്റീവ് ആവുന്നുണ്ട്, വോൾട്ടേജ് നെഗറ്റീവ് ആവുന്നുണ്ട്. പക്ഷേ കറണ്ട് എന്തായിരിക്കും വരെ? കറണ്ട് ഈസ് ആൾവേസ് പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഓപ്ഷൻ നമ്പർ 4 നമുക്ക് ഇവിടെ കോംപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ അതാണ് നമ്മുടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ 1ഉം 2ഉം 3 ആണ് നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കാൽക്കുലേറ്റ് ദ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി ടു അവോയ്ഡ് aliasing when a continuous time signal is given by x of t is equal to എത്ര? 5 cos 400 pi t. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എക്സ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 5 കോസ് 400 പൈ ടി. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വാട്ട് ഇസ് ദ മിനിമം സാമ്പിളിംഗ് ഫ്രീക്വൻസി. ദ സാമ്പിളിംഗ് തിയറം പറയുന്നത് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് എഫ് എം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഫ് എം കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇത് ഏത് രൂപത്തിലാണ്? എ ഇൻറ്റു കോസ് ഒമേഗ എം ഇൻറ്റു ടി ആണ്. അപ്പൊ ഒമേഗ എത്ര ആയിരിക്കും വരിക? ഒമേഗ ഇസ് ഈക്വൽ ടു 400 പൈ നമുക്ക് എഴുതാൻ പറ്റും. ഒമേഗ എന്ന് പറയുന്ന സാധനം 2 പൈ എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു പൈ. പൈയും പൈയും ക്യാൻസൽ ചെയ്ത് പോകും. ദെയർഫോർ എഫ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? നമുക്ക് 200 ഹെർട്സ് എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ സാമ്പിളിംഗ് ഫ്രീക്വൻസി? എഫ് എസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് എഫ് എം. എത്ര ആയിരിക്കും വരിക? 2 ഇൻറ്റു 200. ദാറ്റ് ഈസ് എഫ് എം ആണ്, ഒമേഗ എം ആണിത്. അപ്പൊ ഇത് 2 പൈ എഫ് എം എന്ന് എഴുതാൻ പറ്റും. എഫ് എം ഈസ് ഈക്വൽ 200 ഹെർട്സ്. Therefore, f is equal to നമ്മുടെ സാമ്പിളിംഗ് തിയറം പ്രകാരം എന്തായിരിക്കും? എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ, അല്ലെ? സാമ്പിൾ ഫ്രീക്വൻസി ഷുഡ് ബി അറ്റ്ലീസ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ടൈംസ് എഫ് എം. ദാറ്റ് ഈസ് ഈക്വൽ 2 ഇൻറ്റു 200 കിട്ടും. Therefore, ആൻസർ ഇസ് ആയിരിക്കും വരിക 400 ഹെർട്സ് ആയിരിക്കും വരുന്നത്. സോ 63 ഡി ആയിരിക്കും നമ്മളെ ആൻസർ വരുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ദിസ് ലിസ്റ്റഡ് കൺസേൺഡ് സ്റ്റേറ്റ്മെന്റ് 1 to 4 അബൌട്ട് ദ പ്രൊട്ടക്ഷൻ ഡിവൈസ്, അല്ലെ? അല്ല, നമുക്ക് ചോദിച്ചിരിക്കുന്നത് 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. ആർ സി സി ബി ഡിസ്കണക്ട്സ് ആൻഡ് എർത്ത് സർക്യൂട്ട് as soon as it detects എർത്ത് ഫോൾട്ട്. എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആണ്. എം സി ബി അഫോർഡ്സ് ഓവർ കറണ്ട് ആൻഡ് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ അല്ല. ഓവർ കറണ്ട് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആണ് എം സി ബി തരുന്നത്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തെറ്റാണ്. The short circuit rating of a 16 ampere C-type MCB is 10 kilo ampere. Correct ആണ്. Incorrect short circuit withstand capability of a circuit breaker can cause fire. Correct ആണ്. കാര്യം പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെ, ടെൻസ് ഇൻ എ ഫയർ. അപ്പം നമുക്ക് പറയാൻ പറ്റും ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏതായിരിക്കും വരിക? 1 കറക്റ്റ് ആണ്, അല്ലെ? 1 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്, 4 കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. എം സി ബി ആർക്ക് മാത്രമേ തരത്തുള്ളൂ? ഓവർ കറണ്ടും ഷോർട്ട് സർക്യൂട്ടും ആണ്. എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ എം സി ബി ഓഫർ ചെയ്തില്ല. സോ അതും ഓർത്ത് വയ്ക്കാനുള്ള ഒരു പോയിന്റ് ആണ്. Of the following statement about protective devices, choose the correct option among the, അല്ലെ? ഇന്ററപ്റ്റഡ് റേറ്റിംഗ് ഓഫ് എം സി ബിസ്, അതായത് ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് ആണ്, അല്ലെ? നമുക്കറിയാം എം സി ബി ഓഫേഴ്സ് ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, അല്ലെ? അപ്പോൾ എം സി ബിയുടെ റിസൾട്ട് ആയിട്ട് കൊടുത്ത് വയ്ക്കുക 1.8 കിലോ ആംപിയർ അല്ലെങ്കിൽ 1800 ആംപിയറും. എം സി സി ബിയുടെ എത്ര ആയിരിക്കും വരിക? 10 കിലോ ആംപിയർ ടു 200 കിലോ ആംപിയർ. അത് കറക്റ്റ് ആണ്. ദ കറണ്ട് റേറ്റിംഗ് ഓഫ് അവൻ എം സി ബി 100 ആംപിയർ ആണ്. എം സി സി ബി 10 to 200 ആംപിയർ. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 3 നോക്കിയേ. എം സി ബി കണ്ടെയ്നെ മൂവബിൾ അല്ല. എം സി ബി ഫിക്സഡ് ട്രിപ്പിംഗ് ക്യാരയും എം സി സി ബി എന്തായിരിക്കും വരിക? അതാണ് വേരിങ് അഥവാ മൂവബിൾ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ എന്തായിരിക്കും വരിക? ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. ബോത്ത് എം സി ബി ആൻഡ് എം സി സി ബി പ്രൊട്ടക്ട് സർക്യൂട്ട് അഗേൻസ്റ്റ് ഓവർലോഡിംഗ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. കറക്റ്റ് ആണ്. സോ 1ഉം 2ഉം 4ഉം ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. സോ 49 ആൻസർ വന്നിരിക്കുന്നത് സി ആണ്. സോ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. എക്സാമിന് വരാൻ പോകുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിനും പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്നൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4-pole DC machine having 4 degree electrical, therefore theta electrical തന്നിട്ടുണ്ട്, അല്ലെ? നമ്പർ ഓഫ് പോൾസും പി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മെക്കാനിക്കൽ ആംഗിൾ ത്രൂ വിച്ച് ദ ബ്രഷസ് ആർ ഷിഫ്റ്റഡ്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അറിയാലോ? തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ എന്നാണ്. നമുക്ക് തീറ്റ ഇലക്ട്രിക്കൽ തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക? 4 ഇസ് ഈക്വൽ ടു പി എത്ര ആയിരിക്കും വരിക? നമ്പർ ഓഫ് പോൾസ് 2 ആണ്, അല്ലെ? 4/2 ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. അപ്പൊ എത്ര നമുക്ക്? therefore തീറ്റ മെക്കാനിക്കൽ, therefore 2 തീറ്റ മെക്കാനിക്കൽ ഈസ് ഈക്വൽ ടു 4. therefore തീറ്റ മെക്കാനിക്കൽ ഈസ് ഈക്വൽ ടു നമുക്ക് 2 ഡിഗ്രി കിട്ടും. therefore ഓപ്ഷൻ എ ആയിരിക്കും വരിക. ഈ ഒരു ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നമ്മൾ ഇക്വേഷൻ തീറ്റ ഇലക്ട്രിക്കൽ ഈസ് ഈക്വൽ ടു P/2 ഇൻറ്റു തീറ്റ മെക്കാനിക്കൽ. അടുത്ത് നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
എ ചാർജ് ക്യൂ ഈസ് ലൊക്കേറ്റഡ്, അല്ലെ? A charge Q is located at the center of a cube. The electric flux through any phase is. നമുക്ക് ചാർജ് ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്. അപ്പം ചാർജിനെയും ഫ്ലക്സിനെയും നമുക്ക് റിലേറ്റ് ചെയ്യുന്ന, അല്ലെ, ലോ എന്താണ്? ഇതാണ് ഗോസ് ലോ, അല്ലേ? അടുത്ത നെറ്റ്, അതായത് നമുക്ക് ചാർജ് ക്യൂ എന്ന് പറയുന്ന ചാർജ് തന്നിട്ടുണ്ട്. ആ ചാർജ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ ഓഫ് എ ക്യൂബ്. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ്, അല്ലെ? അപ്പൊ ഗോസ് ലോ എന്താ പറയുന്നത്? ഒരു ക്ലോസ് സർഫസിൽ ദ നെറ്റ് ക്ലോസ്, അല്ലെ, ക്ലോസ്ഡ് ഗോസിയൻ സർഫസ്, ദ ടോട്ടൽ ഫ്ലക്സ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഇസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ, അല്ലെ, ക്യൂ ബൈ ε0 എന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് എനി ഫേസ്, അപ്പൊ നമുക്കറിയാം എത്ര ഫേസ് ഉണ്ട് നമുക്കൊരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. അപ്പൊ എന്തായിരിക്കും വരിക? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ ε0 ആണ്. ത്രൂ എനി ഫേസ് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? ഓരോ ഫേസിൽ അപ്പം ക്യൂ ബൈ 6 ഫേസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ ക്യൂ ബൈ 6ε0 നമുക്ക് പറയാൻ പറ്റും, അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് ക്യൂ ബൈ 6ε0 വരുന്ന ഓപ്ഷൻ ബി നോക്കിയേ. 4πയും 4πയും ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പം തരും നമുക്ക് ക്യൂ ബൈ 6ε0. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. സോ ഗോസ്ലയുടെ ആപ്ലിക്കേഷൻ ആണ്. നെറ്റ് ഫ്ലക്സ് ഇതായിരിക്കും വരിക, അല്ലെ, ഒരു എൻക്ലോസിൻ സർഫസിലുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 1+1/ε0 ടൈംസ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദാറ്റ് സർഫസ്. അതാണ് ഇതിന്റെ ഒരു ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇതിനകത്ത് ഓപ്ഷൻ 23 ബി ആയിരിക്കും നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് സ്യൂട്ട് ആവുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ദിവസം നോക്കിയേ. എ കപ്പാസിറ്റർ is charged from a battery. After fully charged, the battery is removed and an identical uncharged capacitor is connected in parallel. The total energy of the combination is. ഇവിടെ നോക്കിയേ, ഇതൊരു എന്ന് പറഞ്ഞാൽ നമുക്കൊരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്, ഈസ് ചാർജ്ഡ് ഫ്രം എ ബാറ്ററി. ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ കപ്പാസിറ്റർ സി, ഇത് ബാറ്ററി വോൾട്ടേജ് വി ആണെങ്കിൽ അവിടുത്തെ എനർജി എന്തായിരിക്കും വരിക? അപ്പം കപ്പാസിറ്റർ ഒരു വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ആഫ്റ്റർ ഫുള്ളി ചാർജ്ഡ് ഇവിടുത്തെ എനർജി എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും വരിക? ഈസ് ഈക്വൽ ടു ഹാഫ് CV² നമുക്ക് പറയാൻ പറ്റും കേസ് 1-ൽ, അല്ലെ? കേസ് 2-ൽ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ ഈ ബാറ്ററി എടുത്തവര് മാറ്റി പകരം എന്തായിരിക്കും വരിക? ആൻ ഐഡന്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ. അപ്പം കപ്പാസിറ്റർ മാറി, ഈ കപ്പാസിറ്റർ ആൾറെഡി ചാർജ് ടു വോൾട്ടേജ് V വോൾട്ട് ആണ്. അടുത്തൊരു അൺചാർജ്ഡ് കപ്പാസിറ്റർ ഉണ്ടെന്ന് പാരലായിട്ട് വെക്കുകയാണ്. അതും സെയിം വാല്യൂ C തന്നെയാണ്. അപ്പൊ നമുക്കറിയാം പാരലൽ കോമ്പിനേഷൻ എന്തായിരിക്കും വരിക? വോൾട്ടേജ് സെയിം ആയിരിക്കും വരിക, അല്ലെ? അപ്പൊ എന്തായിരിക്കും വരിക? ഈ വോൾട്ടേജ് സെയിം ആവാൻ വേണ്ടി എന്തായിരിക്കും വരിക? ഇവിടെ വോൾട്ടേജ് V/2 ആവും, ഇവിടെ V/2 ആവും. കാര്യം കപ്പാസിറ്റർ കോമ്പിനേഷനിൽ സെയിം കപ്പാസിറ്റർ ആയതുകൊണ്ട് ഈക്വൽ ആയിട്ടായിരിക്കും വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് വരും. അപ്പൊ ഈ കേസിൽ എന്തായിരിക്കും വരിക? Therefore, കേസ് 2-ൽ എന്തായിരിക്കും വരിക? എനർജി E is equal to half into, അല്ലെ, C equivalent into എങ്ങനെ ആയിരിക്കും വരിക? ടോട്ടൽ വോൾട്ടേജ് എത്ര ആയിരിക്കും വരിക? V/2 the whole square എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 into C equivalent എന്ന് പറയുമ്പോൾ പാരലൽ കോമ്പിനേഷൻ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് C1 + C2 2C എന്ന് കിട്ടും, അല്ലെ? 2C into V²/4 എന്ന് കിട്ടും, അല്ലെ? 1/2 വരും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് therefore half into, അല്ലെ, CV²/2. therefore എന്തായിരിക്കും വരിക? നമ്മുടെ കേസ് 1-ലുള്ള E അല്ലേ? therefore that is equal to E/2 എന്ന് കിട്ടും. therefore നമുക്ക് പറയാൻ പറ്റും ഈ കേസിൽ വരുമ്പോഴത്തേക്ക് എന്താ? ഇറ്റ് ഈസ് ഡിക്രീസ് ടോട്ടൽ എനർജി ഓഫ് ദ കോമ്പിനേഷൻ ഡിക്രീസസ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി ഡിക്രീസ് ബൈ എ ഫാക്ടർ ഓഫ് 2 എന്ന് പറയുന്നത് what should be the sensitivity of an ammeter which requires a change of 2 ampere in its coil to produce a change in deflection of point by 6 millimeter, അല്ലെ? അപ്പൊ നമുക്ക് സെൻസിറ്റിവിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരിക്കും വരിക? ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട് ആണ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? തീറ്റ ഡിഫ്ലക്ഷൻ ആണ്. ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? കറണ്ട് ആണ്. അപ്പൊ θ/I ആണ് നമുക്ക് ഇത് എഴുതുന്നത് സെൻസിറ്റിവിറ്റി നമുക്ക് എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു PMMC ഇൻസ്ട്രുമെന്റ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം TD is equal to TC ആണ്, അല്ലെ? അപ്പം നമുക്കറിയാം TD എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? NBIA is equal to K into θ, അല്ലെ? അപ്പം therefore ഇവിടെ നോക്കിയാൽ ഇവിടെ NBA/K is equal to θ/I. ഈ θ/I ആണ്, അതായത് നമ്മൾ ഔട്ട്പുട്ട് ആണ് ഡിഫ്ലക്ഷൻ. I എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന കറണ്ട്. ഇതിനാണ് നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞേക്കുന്നത്. ഇവിടെ അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. എത്ര ആയിരിക്കും വരിക?
നമുക്ക് ഡിഫ്ലക്ഷൻ 6 തന്നിട്ടുണ്ടല്ലേ. അപ്പം 6 mm ഡിവൈഡഡ് ബൈ തീറ്റ ഈസ് ഈക്വൽ ടു 6. ഐ എത്ര ആയിരിക്കും വരാം? കറണ്ട് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 mm/A നൽകാം. അപ്പം ഓർത്ത് വയ്ക്കുക, ഈ തീറ്റ ബൈ ഐ ആണ് നമ്മളുടെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, സോറി സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 0 to 300 വോൾട്ട് വോൾട്ട്മീറ്റർ അല്ലെ ഹാസ് എ ഗ്യാരണ്ടി ആക്യുറസി ദാറ്റ് ഈസ് പെർസെന്റേജ് GAE തന്നിട്ടുണ്ട്. എത്ര? 1%. അപ്പോൾ ഓർത്ത് വയ്ക്കുക, പെർസെന്റേജ് GAE ഇറ്റ് ഈസ് ആൾവേസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫുൾ സ്കെയിൽ റീഡിംഗ്. അപ്പം പെർസെന്റേജ് GAE തന്നിട്ടുണ്ട്. വോൾട്ടേജ് മെഷർ ട്രൂ വാല്യൂ നമുക്ക് 96 വോൾട്ട് തന്നിട്ടുണ്ട്. ഫുൾ സ്കെയിൽ റീഡിംഗ് നമുക്ക് 300 വോൾട്ട് തന്നിട്ടുണ്ട്. അങ്ങനെ ഈ പെർസെന്റേജ് ലിമിറ്റിംഗ് ആണ്. ദെർഫോർ പെർസെന്റേജ് ലിമിറ്റിംഗ് എന്ന ഇക്വേഷൻ എന്തായിരിക്കും വരാം? ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു പെർസെന്റേജ് ഗ്യാരണ്ടി ആക്യുറസി എറർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫുൾ സ്കെയിൽ റീഡിംഗ് എത്ര ആയിരിക്കും വരിക? 300 അല്ലയോ? 300 ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ എത്ര? 96 വോൾട്ട് ഇൻറ്റു പെർസെന്റേജ് ഗ്യാരണ്ടി ആക്യുറസി എത്ര ആയിരിക്കും വരിക? 1%. ദെർഫോർ ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി 3.13% ആൻസർ. സോ ഓപ്ഷൻ ബി ഇസ് ആൻസർ. സോ ഇത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ മിക്ക എക്സാമിനും കണ്ടിട്ടുണ്ട്. സോ ഈ ഒരു റിലേഷൻ ഓർത്ത് വയ്ക്കുക, പെർസെന്റേജ് ലിമിറ്റിംഗ് എറർ ഈസ് ഈക്വൽ ടു ഫുൾ സ്കെയിൽ റീഡിംഗ് ഡിവൈഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു പെർസെന്റേജ് ഗ്യാരണ്ടി ആക്യുറസി എറർ. ഓക്കെ, ടിപ്പിക്കൽ ട്രിപ്പിംഗ് ടൈം ഓഫ് ക്ലാസ് സി ടൈപ്പ് MC അല്ലെ. MC അപ്പൊ നമുക്കറിയാം ക്ലാസ് ബി ടൈപ്പ് ഉണ്ട്, ക്ലാസ് സി ഉണ്ട്, ക്ലാസ് ഡി ഉണ്ട്, ക്ലാസ് അല്ലെങ്കിൽ ടൈപ്പ് ഡി ഉണ്ട്. ഒരു സെക്കൻഡേ, ഞാനത് കുറച്ച് അതായത് ക്ലാസ് ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി, പിന്നെ എന്തായിരിക്കും വരിക? പിന്നെ നമുക്ക് ടൈപ്പ് കെ ഉണ്ട്, ടൈപ്പ് കെ ആൻഡ് ടൈപ്പ് ഇസഡ്. ഇത്രയും ടൈപ്പ് MCB ആണ് നമുക്കുള്ളത്. അപ്പൊ ഇതിന്റെ ട്രിപ്പിംഗ് ടൈം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ട്രിപ്പിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് ടൈപ്പ് ബി ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 0.04 സെക്കൻഡ് ടു 13 സെക്കൻഡ് ആണ്. ടൈപ്പ് സി ആണെങ്കിലോ 0.04 ടു 5 സെക്കൻഡ്സ് ആയിരിക്കും വരിക. 0.04 ടു 5 സെക്കൻഡ്സ്. ടൈപ്പ് ഡി ആണെങ്കിൽ 0.04 ടു 3 സെക്കൻഡ്സ് ആയിരിക്കും വരിക. ടൈപ്പ് കെ ആണെങ്കിൽ ലെസ് ദാൻ 0.1 സെക്കൻഡും. ടൈപ്പ് ഇസഡ് ആണെങ്കിൽ എന്തായിരിക്കും വരിക? ലെസ് ദാൻ 0.1 സെക്കൻഡ് ആയിരിക്കും വരിക. പിന്നെ ഇതാണ് ഇതിന്റെ ട്രിപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് സിയുടെ, ടൈപ്പ് സിയുടെ എത്ര ആയിരിക്കും വരിക? 0.04 ടു 5 സെക്കൻഡ്സ് ആണ്. നമുക്ക് ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ പറയാം. 0.04 ടു 5 സെക്കൻഡ്സ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ടൈപ്പ് ബി ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന്റെ കറണ്ടിന്റെ വാല്യൂ വെച്ച് എത്ര ആയിരിക്കും? 3 to 5 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട് കേട്ടോ. 3 to 5 ടൈംസ് ഫുൾ ലോഡ് കറണ്ട്. ടൈപ്പ് സി ആണെങ്കിൽ 5 to 10 ടൈംസ് വരും. 5 to 10 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. 5 to 10 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ടും. ടൈപ്പ് ഡി ആണെങ്കിൽ 10 to 20 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. 10 to 20 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. ടൈപ്പ് കെ ആണെങ്കിൽ 8 to 12 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. അടുത്തത് ടൈപ്പ് ഇസഡ് ആണെങ്കിൽ 2 to 3 ടൈംസ് ദ ഫുൾ ലോഡ് കറണ്ട്. ഇതിനകത്ത് പിന്നെ നമ്മൾ ഓർത്ത് വയ്ക്കാനുള്ളത് എന്തായിരിക്കും വരിക? ഹൈലി സെൻസിറ്റീവ് ആരെന്ന് വെച്ചാൽ ആരായിരിക്കും വരിക? ടൈപ്പ് ഇസഡ് ആണ് ഹൈലി സെൻസിറ്റീവ്. ഹൈലി സെൻസിറ്റീവ് ടൈപ്പ് ഇസഡ് ആണ്. ടൈപ്പ് കെ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഹൈ ഇൻട്രസ്റ്റ് ലോഡിൽ അല്ലെ, ഹൈ ഇൻട്രസ്റ്റ് ലോഡ് അല്ലെങ്കിൽ ഹൈ ഇൻട്രസ്റ്റ് കറണ്ട്സ് വരുന്ന ലോഡിൽ ഇന്ററപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഒരു ടൈപ്പ് കെ ആണ്. പിന്നെ ടൈപ്പ് ഡി എന്ന് പറയുന്നത് എക്സ്റേ, ട്രാൻസ്ഫോമർ വൈൻഡിങ് അല്ലെ, ട്രാൻസ്ഫോമർ, പിന്നെ എന്തായിരിക്കും വരിക? മോട്ടർ, അവിടെയൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ ആയിരിക്കും വരിക ടൈപ്പ് ഡി ആണ്. ടൈപ്പ് സി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും വരിക? സ്മാൾ മോട്ടർ, ഫ്ലൂറസെന്റ് ലാമ്പ്, ഫ്ലൂറസെന്റ് ലൈറ്റ്, അവിടെയൊക്കെ ഉപയോഗിക്കുന്നത് ടൈപ്പ് സി ആണ്. അടുത്തത് റെസിസ്റ്റീവ് ലോഡായിരിക്കും നമ്മൾ ടൈപ്പ് ബി ഉപയോഗിക്കുന്നത്. റെസിസ്റ്റീവ് ലോഡ് അതൊക്കെ MCBയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ചിലപ്പോൾ അവര് ഈ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടൈപ്പ് ട്രിപ്പിംഗ് ടൈം ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ അടുത്ത എക്സാമിന് ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ ചോദിക്കാം. സോ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സോ നമുക്കിനി ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്കിനി അടുത്ത സെഷനായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.